EVMകളെ കുറ്റം പറയുന്ന കാലം കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഈ EVMകളെ ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തുന്ന പാർട്ടി കോൺഗ്രസ് ആണ്. മറ്റ് പ്രതിപക്ഷ പാർട്ടികളുമുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ EVMകളെ കുറ്റം പറയുന്നത് കോൺഗ്രസ് ആണ്. ആ കോൺഗ്രസിന് തന്നെ ആ കോൺഗ്രസിനകത്തുള്ള പ്രധാന സഖ്യകക്ഷിയായ നാഷണൽ കോൺഫറൻസിൻ്റെ നേതാവും ജമ്മു കാശ്മീർ മുഖ്യമന്ത്രിയുമായ ഉമർ അബ്ദുള്ള നൽകിയ മറുപടി കിടിലം എന്ന് തന്നെ പറയേണ്ടി വരും. അതിൽ അദ്ദേഹം പറയുന്നത് വിജയിക്കുമ്പോൾ അത് ആഘോഷമാക്കുകയും തോൽക്കുമ്പോൾ EVMനെ കുറ്റം പറയുന്നതും ശരിയായ രീതിയല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. PTIക്ക് നൽകിയ ഒരു അഭിമുഖത്തിലാണ് ഉമർ അബ്ദുള്ള പറഞ്ഞത്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 100-ലധികം സീറ്റുകൾ നിങ്ങൾക്ക് ലഭിച്ചതും EVMിലൂടെയാണ്. അന്നത് വലിയ ആഘോഷമാക്കി മാറ്റിയിരുന്നു. അതിനുശേഷം നടന്ന ചില നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടപ്പോൾ EVMനെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല. തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ മത്സരിക്കാതിരിക്കുകയല്ലേ നല്ലത് എന്ന് ചോദിക്കുന്നു. ഒപ്പം തന്നെ നിങ്ങൾ ആദ്യം പരാജയം അംഗീകരിക്കാൻ പഠിക്കണം. അതിനുള്ള കാരണമായി EVMനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ എന്നും പടുകുഴിയിലേക്ക് പോകൂ എന്നുകൂടി ഉമർ അബ്ദുള്ള പറയുന്നു. കാരണം EVMിൽ വിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെയാണ് പല നിയമസഭയിലും മറ്റിടങ്ങളിലും അടക്കം പ്രതിപക്ഷം ജയിച്ചു കയറുന്നതും. അതല്ലാതെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ കുറ്റപ്പെടുത്തുകയല്ല എന്ന് സമാനമായ ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസം മമതാ ബാനർജിയുടെ ഭാഗത്തുനിന്നും ശരത് പവാറിൻ്റെ ഭാഗത്തുനിന്നും മറ്റും ഉണ്ടായിരുന്നു. ഏതായാലും കോൺഗ്രസ് ഈ വിഷയത്തിൽ ഒറ്റപ്പെടുകയാണ്. അതുമാത്രവുമല്ല EVMനെ കുറ്റപ്പെടുത്തുന്ന രീതിക്ക് വലിയ സ്വീകാര്യത കോൺഗ്രസിന് ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല പലപ്പോഴും രാഹുൽ ഗാന്ധി അടക്കം ട്രോളുകൾക്ക് വിധേയമാവുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ്. ഏതായാലും ഇനി EVMനെ കുറ്റം പറഞ്ഞ് അധിക നാൾ മുൻപോട്ട് പോകാൻ കോൺഗ്രസിനാകില്ല. കാരണം സഖ്യകക്ഷികൾക്ക് പോലും EVMിൽ കടുത്ത വിശ്വാസവും EVMനെ കുറ്റം പറയുന്ന കോൺഗ്രസിനെ തള്ളിപ്പറയാൻ അവർ തയ്യാറാകുകയും കൂടി ചെയ്യുമ്പോൾ കോൺഗ്രസ് ഒറ്റപ്പെടുകയാണ്. ന്യൂസ് ഡെസ്ക്.